ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന വനിതാ കോർപ്പറേഷനിലും മഹിളാ സമഗ്ര സൊസൈറ്റിയിലും വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത് 5ാം ക്ലാസ് ആണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 3 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസ്ഡുള്ള നിയമനമാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിനാൻസിലുള്ള MBA അല്ലെങ്കിൽ ഫിനാൻസിലുള്ള MCOM ആണ്. കൂടാതെ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 14 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഓപ്പൺ വിഭാഗത്തിന് 6ഉം ETB 2, SC 2, LC or AI 1, EWS 1, OBC 1, മുസ്ലിം 1. മന്ത്ലി റെമ്യൂണറേഷൻ 30,000 മുതൽ 31,500 രൂപ വരെയാണ് ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെയാണ്. 1/5/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോർമാറ്റ് വഴി ഓൺലൈനായിട്ടാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, കാസ്റ്റ്, ഏജ്, 1 കോപ്പി ഓഫ് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, കോപ്പി ഓഫ് ID പ്രൂഫ് എന്നിവയും ആപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടാതെ 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ JPG ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 200 KB താഴെയും സിഗ്നേച്ചറിൻ്റെ സൈസ് 50 KB താഴെയുമായിരിക്കണം. ഇനി ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 336 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. നെഫ്റ്റ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/7/2025 വൈകുന്നേരം 5 മണിക്കുള്ളിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഗൂഗിൾ ഫോർമാറ്റിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സഹായത്തോടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം 2025 ജൂലൈ 28-ാം തീയതി രാവിലെ 11 മണിക്ക് കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി CDS ഹാളിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 5ാം ക്ലാസ് ആണ്. പ്രായം 20 വയസ്സ് പൂർത്തിയാകണം. 30-നും 45-നും മധ്യ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ്. പ്രതിമാസം 9,000 രൂപയാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റലിലുള്ള കർഷകമിത്ര മെഡിക്കൽ സ്റ്റോറിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 1 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, കാസ്റ്റ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഐഡൻറ്റിറ്റി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും ഒരു സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. ആദ്യം ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് പോസ്റ്റാണ്. കർഷകമിത്ര മെഡിക്കൽ സ്റ്റോർ UVH കൊക്കാലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 26/7/2025 രാവിലെ 9 മണി മുതലാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഫാക്കൽറ്റിയിലുള്ളൊരു ഡിഗ്രിയാണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 22,240 രൂപയാണ് ലഭിക്കുന്നത്. 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. അടുത്തത് ഫാർമസി അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 26/7/2025 ഉച്ചയ്ക്ക് 12 മണി മുതലാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ VHSC ഉണ്ടായിരിക്കണം. കൂടാതെ ഡിപ്ലോമ ഇൻ ഫാർമസിയും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 19,310 രൂപയാണ് ലഭിക്കുന്നത്. 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. അടുത്തത് ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 26/7/2025 ഉച്ചയ്ക്ക് 2 മണി മുതലാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 25,750 രൂപയാണ് ലഭിക്കുന്നത്.
1 വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.